നമസ്കാരം. യാത്രയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗറാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം. 28 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലും സന്ദർശനം നടത്തി. വ്യത്യസ്ത അനുഭവങ്ങൾ, ഈ യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കൽപ്പറ്റ സ്വദേശിയായ മുഹമ്മദ് യാസീനാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം. നമസ്കാരം മുഹമ്മദ് യാസീൻ. നമസ്കാരം. ഒരുപാട് രാജ്യങ്ങളിൽ താങ്കൾ സന്ദർശനം നടത്തി. ഈ ഒരു യാത്രയെ ഇത്രയേറെ പ്രണയിക്കാനുള്ളൊരു കാരണം എന്താണ്? യാത്രയെ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. അപ്പം യാത്രയെ എത്രത്തോളം പ്രണയിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പണ്ട് മുതലേ യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ചെറുപ്പം മുതലേ ഇങ്ങനെ ആദ്യമൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ, പിന്നെ ഫ്രണ്ട്സല്ല കുടുംബക്കാരായിരുന്നു, അവരുടെ കൂടെ ഇങ്ങനെ യാത്ര പോകും. നമ്മളിപ്പം പണ്ടൊക്കെ പെരുന്നാളിൻ്റെ ദിവസമാണ് നമ്മൾ ഒരു യാത്ര വീട്ടിൽ നിന്നൊക്കെ യാത്ര പോവുക. അപ്പോൾ വലിയ കാക്കാന്മാരുണ്ടാവും, നമ്മളെ ഏട്ടന്മാർ. അവരോട് ചോദിച്ചാൽ അവർ പറയും പ്രായമായിട്ടില്ല, പ്രായമാകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നൊക്കെ. പക്ഷെ ഉള്ളില് പോകണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം നമുക്കൊരു ലൈസൻസ് ഒക്കെ കിട്ടി ഒരു 18-ന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ കുട്ടിക്കാലത്ത് തന്നെ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ഇതിവിടെ പറയാൻ പറ്റുമോ ഇല്ലെന്നറിയില്ല. എൻ്റെ പേരൻസ് അപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ തന്നെ എനിക്ക് ബൈക്ക് മേടിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞ് +2 ജയിച്ചപ്പോൾ ഞാൻ പഠിത്തത്തിന് മോശമായിരുന്നു. അപ്പോൾ അവർ എന്നെ എന്താ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 10 ജയിക്കുകയാണെങ്കിൽ ബൈക്ക് മേടിച്ചാൽ എന്നാലെങ്കിലും പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ അവരെനിക്ക് 10 കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് മേടിച്ചു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തു പിന്നീട്. അപ്പോൾ ഞാൻ പറഞ്ഞു +2 എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു +2 ജയിക്കണമെങ്കിൽ എനിക്ക് അടുത്ത ബൈക്ക് വേണം പറഞ്ഞു. അപ്പോൾ അവരെന്താക്കി, +2 ജയിച്ചപ്പം മറ്റേ ബൈക്ക് കൊടുത്തിട്ട് മറ്റൊരു ബൈക്ക് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡിഗ്രി ആക്കിയപ്പം അത് മാറ്റി അടുത്തതായി. അതിലായിരുന്നു പിന്നെ എൻ്റെ ബൈക്ക് തന്നെയായിരുന്നു. അങ്ങനെയാണ് പിന്നെ യാത്ര ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞു? ചെറുപ്പത്തിൽ മുതൽ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രത്യേക ഒരു വികാരമാണത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു യൂട്യൂബ് ബ്ലോഗർ ആകുന്നത്? പിന്നെ എങ്ങനെയാണ് യൂട്യൂബ് ആവുന്നത്? കൊറോണ ടൈമിലാണ്. കൊറോണ ടൈമിൽ ഒന്നും ചെയ്യാനില്ല. 24-ാമത്തെ വയസ്സിൽ 25-ാമത്തെ വയസ്സിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഫാദർ ഗൾഫിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ പറഞ്ഞ് ഇത് നിന്നെ ലാസ്റ്റ് ഇയർ ആണ്, ഇനി കൂടി നീ നിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ പോരെ, ഗൾഫിലോട്ട് പോരെ. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. നമുക്ക് ഫ്രീ ബേഡായിട്ട് നടക്കാനാണ് എപ്പോഴും താല്പര്യം. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊറോണ വരുന്നതും. കൊറോണൻ്റെ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫോട്ടോഗ്രാഫറാണ്, പ്രവീൺ എന്നാണ് പേര്. അപ്പം അവനിവിടെ മീനങ്ങാടിയാണ് അവൻ്റെ വീട്. അപ്പം അവനൊരു ദിവസം ഇതേപോലെ വീട്ടിലോട്ട് വന്ന് പോലീസിൻ്റെ കണ്ണൊക്കെ വെട്ടിച്ച് വീട്ടിലോട്ട് വന്നിട്ട് പറഞ്ഞ്, പിന്നെ എന്താ പരിപാടി? എനിക്കും പരിപാടിയില്ല, നിനക്കും പരിപാടിയില്ല, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കും ആഗ്രഹമുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അപ്പോൾ അവൻ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ആയതുകൊണ്ട് അവൻ പറഞ്ഞ്, ഞാൻ വീഡിയോ എടുക്കാം, നീ ആങ്കർ ആവുക, നമ്മൾ വയനാട് ആദ്യം കാണിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ 90s കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 4-5 വീഡിയോ പോലീസിന്റെ കണ്ണൊക്കെ വെട്ടിച്ച് പോയി. ആ സമയത്ത് കോവിഡ് സമയത്ത് അപ്പോൾ പുറത്തിറങ്ങാൻ പാടില്ല. എന്നാലും ഞങ്ങൾ കണ്ണൊക്കെ വെട്ടിച്ച് ഓരോ സ്ഥലത്തൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ വന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് 2 മാസത്തോളം കഴിഞ്ഞ് ഒരു ജൂലൈ ആയ സമയത്ത് അവൻ പറഞ്ഞ്, അപ്പോൾ കോവിഡിൻ്റെ കുറച്ചിങ്ങനെ കുറഞ്ഞ് വരിക, പുറത്തൊക്കെ ഇറങ്ങാം എന്നുള്ള രീതിയിലായി. അപ്പോൾ ആ സമയത്ത് അവൻ പറഞ്ഞ്, ഞാൻ കോയമ്പത്തൂർ പോവാണ്, എനിക്ക് കുറച്ച് വെഡ്ഡിങ്ങിൻ്റെ വർക്കൊക്കെ കിട്ടുന്നുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. 1 മാസം പോകുന്നു, വർക്ക് കഴിയുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ രീതിയിലാവും പോകുമ്പം അപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആൾക്കാർ ആ സമയത്ത് ഞാൻ ഓൾറെഡി ലഡാക്കിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു 2018. ഇത് നടക്കുന്നത് 2020-ലാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ അനുഭവം ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു യാത്ര എന്ന് പറയുന്നത് ലഡാക്കിൽ 2018. അത് എൻ്റെ ബൈക്കിൽ എൻ്റെ വേറെ 2 ഫ്രണ്ട്സായിട്ട്. അപ്പം ഞാനിതിങ്ങനെ അനുഭവം പറയാൻ വേണ്ടിയിട്ട്, ഇതേപോലെ മുഖാമുഖം പോലെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവനോട് ചോദിച്ച്, നമ്മളെ ചാനൽ ഇടണോ അല്ലെങ്കിൽ ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഇടണമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് പുതിയ ചാനൽ തുടങ്ങിക്കോ, അപ്പം സക്സസ് ആവുമെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പം അങ്ങനെ അവനപ്പുറത്തിരിക്കുന്നു, ഒരു ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യുന്നു, ഞാനിപ്പുറത്ത് എൻ്റെ ലാപ്ടോപ്പിൽ എന്താടാ പേരിടാന്ന് ചോദിച്ചു അവനോട്. അപ്പോൾ അവൻ പറഞ്ഞ് യാസീൻ എന്ന് വേണമെന്ന് ഞാൻ പറഞ്ഞു അവനോട്. അപ്പോൾ അവനാണ് എനിക്ക് ആദ്യമായിട്ട് വ്ളോഗ്സ് എന്താണെന്നുള്ളത് പരിചയപ്പെടുത്തുന്നത്. വ്ളോഗിങ്ങിനാണ് വ്ളോഗ്സ് എന്ന് പ്രവീൺ. അങ്ങനെ ഓൻ പറഞ്ഞ് വ്ളോഗ്സ് VLOGS എന്നിട്ടാൽ മതി. അങ്ങനെയാണ് യാസീൻ വ്ളോഗ്സ് എന്നുള്ള പേര് ചാനലിൽ വരുന്നത്. അന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവൻ കോയമ്പത്തൂർ പോയി. അങ്ങനെ ലഡാക്ക് പോയതിൻ്റെ 2-3 സ്റ്റോറീസ് ഞാൻ ഇട്ട്, ഒന്നുമില്ല, വ്യൂ ഒന്നുമില്ല, 200 വ്യൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ കണ്ടന്റ് വേണം, ചാനലിന് ഇനി എന്തെങ്കിലും കണ്ടന്റ് വേണമെന്നാണ്
എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ്, ഓരോ വ്യക്തികളെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ഉപ്പാൻ്റെ അനിയൻ മൂപ്പര് ഡ്രൈവറാണ് മിൽമ ലോറിയിൽ. അപ്പോൾ ഞാൻ മൂപ്പരെ കൂടെ പോയി ഒരു ദിവസത്തെ മിൽമേന്ന് എങ്ങനെ പാലെടുക്കുന്നു, അത് അവിടെ കോഴിക്കോട് കൊണ്ട് കൊടുത്ത് തിരിച്ചു വരുന്ന വരെയുള്ള എല്ലാ ഞാൻ ചിത്രീകരിച്ചു. അത് വീഡിയോ ഇട്ട് അതിനെന്തോ 2 ദിവസം കൊണ്ട് 1 ലക്ഷം വ്യൂ ആയി. അപ്പോൾ മനസ്സിലായി ഈ കണ്ടന്റ് കൊള്ളാം. പിന്നെ വാപ്പ പണ്ട് KSRTC വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ അനിയൻ ഇപ്പോഴും KSRTC ഡ്രൈവറായിട്ട്. അപ്പോൾ ആ പരിചയം എനിക്കുണ്ട് KSRTC. ഞാൻ പോയിട്ട് KSRTCന്റെ ഡ്രൈവറെ കൂടെ യാത്ര ചെയ്തു ഒരു ദിവസം. പിന്നെ ആംബുലൻസ് ഡ്രൈവറെ കൂടെ യാത്ര ചെയ്തു. അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങൾ, വ്യത്യസ്ത ജോലികൾ. ഇപ്പൊ ആംബുലൻസിന്റെ ഡ്രൈവറൊക്കെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ഇതായിരിക്കും, എത്രയും പെട്ടെന്ന് രോഗിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളൊരു വല്ലാത്തൊരു മൈൻഡ് ആയിരിക്കുമല്ലോ. അപ്പൊ വ്യത്യസ്ത അനുഭവങ്ങളാണ്. അതന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റിലുള്ള ഇച്ചാപ്പൊക്കെ ഉണ്ട്, നമ്മുടെ മുട്ടിലുകാരനാണ് പുള്ളി. അപ്പം പുള്ളി ഇതേപോലെ ഞാൻ പുള്ളീൻ്റെ അടുത്ത് പോകുമ്പം മാർക്കറ്റിൽ ചിക്കൻ മേടിക്കാൻ പോകുമ്പം ഇങ്ങനെ ചോദിക്കും, ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പുള്ളീൻ്റെ ഒരു ബീഫിൻ്റെ കട്ടറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളീൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്ത് അതാണ് എനിക്ക് എൻ്റെ ചാനൽ മാറ്റിമറിച്ചത്. വിത്തിൻ 4 days 1 million വ്യൂസും എനിക്ക് 30,000 സബ്സ്ക്രൈബേഴ്സും എല്ലായി. എന്നാൽ ഇത് കൊള്ളാം, യൂട്യൂബ് കൊള്ളാം എന്നുള്ള രീതി. അങ്ങനെയാണ് ഒരു വ്ളോഗർ എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് ആ ഒരു ഇറച്ചിവിട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ കാണുന്നത്. ഇപ്പൊ ഈ ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലെ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഓരോ ഭാഗങ്ങളിലുണ്ടായത് വ്യത്യസ്ത ആളുകളുമായുള്ള അത്തരത്തിലുള്ള യാത്രകൾ, അതൊക്കെ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റം എപ്പോഴാണ് തോന്നിയത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന്? ആദ്യം ഇന്ത്യ 27 കഴിഞ്ഞു. അപ്പം പിന്നീട് ഇനി എന്ത് ചെയ്യും? യാത്ര നമുക്ക് നിർത്താൻ പറ്റില്ല. യാത്രയോട് ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പോൾ യാത്ര ചെയ്യണം. അങ്ങനെയാണ് നിൽക്കുമ്പോഴാണ് നമ്മൾ ആദ്യം വിദേശത്തെ രാജ്യം എന്ന് പറയുമ്പം ഞാൻ നേപ്പാളിലും ബൈക്കെടുത്ത് പോയി വന്നു. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ഞാനൊരു ഫ്ലൈറ്റിൽ കയറുന്നത് 2022 അന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് നമ്മൾ അയൽ രാജ്യമായ ശ്രീലങ്കയിലോട്ടാണ്. കാരണം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കേരള മലയാളികൾക്ക് ഏറ്റവും സുഖമായിട്ട് പോകാം. 10,000 രൂപ ഒരിക്കൽ. അപ്പോൾ ആദ്യമായിട്ട് ശ്രീലങ്കയിൽ പോയി, ശ്രീലങ്ക കണ്ട് തിരിച്ചു വന്നു. അതാണ് ആദ്യത്തെ വിദേശയാത്ര. പിന്നെ സിംഗപ്പൂർ അങ്ങനെ തുടങ്ങി. ഓക്കെ, ഈ കസാഖിസ്ഥാനിൽ സന്ദർശനം നടത്തി. എങ്ങനെയാണ് ഇന്ത്യക്കാരോടുള്ള അവരുടെ ഒരു മനോഭാവം, ഒപ്പം തന്നെ അവരുടെ ഒരു കൾച്ചറൊക്കെ എങ്ങനെയാണ്? ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡ് മൂവീസാണ്. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. ഷാരൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള. ഷാരൂഖ് ഖാനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഏതൊരു രാജ്യത്ത് പോലും, ചൈനയിൽ പോലും ഷാരൂഖ് ഖാൻ അറിയാം അവർക്ക്. ഇപ്പോഴത്തെ യങ് ജനറേഷന് കുറച്ച് കുറവാണെങ്കിലും ഓൾഡ് ജനറേഷന് എല്ലാവർക്കും ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, അവർക്കെല്ലാം അവരും ഇപ്പോഴും ഞാൻ ഇന്തോനേഷ്യയിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ 5 പാട്ട് വെച്ചാൽ ഒരു 3 പാട്ട് ഇന്ത്യൻ പാട്ടായിരിക്കും. പണ്ടത്തെ നമ്മളെ ഓൾഡ് സോങ്സ് എപ്പോഴും വെക്കും. അതുകൊണ്ട് അവർക്ക് ഇന്ത്യക്കാരോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അപ്പൊ നമ്മൾ ഇന്ത്യ വിട്ട് പോയി എന്നുള്ളൊരു അനുഭവം അവിടെ ഉണ്ടാവില്ല. അപ്പൊ ആ രീതിയില് അതുകൊണ്ട് ഷാരൂഖ് ഖാനോടൊക്കെ നന്ദി പറയാനുള്ളതാ. അവർക്ക് ഏറ്റവും ക്യൂരിയസ് ആയിട്ട് ചോദിക്കുക, ഷാരൂഖ് ഖാന്റെ വീട് എവിടെയാന്നൊക്കെ അറിയോ? ഞാൻ പറയും പിന്നെ നമ്മളെ വീടിന്റെ തൊട്ടടുത്തൊക്കെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഓരോ കണ്ടിട്ടൊക്കെ ഉണ്ട്, ഞാൻ യൂട്യൂബർ അല്ലേ, എനിക്ക് പരിചയമൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ഒന്നുകൂടി നമ്മളോട് കൂടുതൽ അറിയാനുള്ളൊരു ചിലവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളൊന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അഭിനയിക്കാൻ വേണ്ടി പറ്റുമോ? എന്നാലും നമ്മുടെ രാജ്യത്തോട് തന്നെയാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ ആ ഹിന്ദി മൂവീസ് കാരണമാണ് ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മളെ വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത്. ഈ ഓരോ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ആ ഒരു സംസ്ഥാനത്തിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു വിവരണം, എങ്ങനെയാണ് ആ സംസ്ഥാനം, അല്ലെങ്കിൽ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, മറ്റ് ഹിസ്റ്ററി, ഇതൊക്കെ ഒന്ന് നമ്മളൊരു യാത്രയ്ക്കാണെങ്കിൽ, മറ്റ് ആവശ്യങ്ങൾക്കല്ല, യാത്ര ചെയ്യാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ ആണെങ്കിൽ നമ്മളത് പഠിച്ചു വെക്കും. യാസീൻ എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായി ആ രാജ്യത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ടാണോ പോകുന്നത്? ചെറുതായിട്ട് ഞാനൊരു ധാരണ ഉണ്ടാക്കും, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, അതായത് മെയിൻ പ്ലേസുകൾ. ഞാൻ പൊതുവെ സിറ്റീസിൽ യാത്ര ചെയ്യലില്ല. ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഡൽഹി, മുംബൈ അങ്ങനത്തെ സിറ്റികളിൽ യാത്ര ചെയ്യാതെ ഗ്രാമങ്ങളിലോട്ടാണ്, വില്ലേജുകളിലോട്ടാണ്. ഞാൻ ആഫ്രിക്കയിൽ പോയപ്പോഴും 6 മാസം ആഫ്രിക്കയിലുണ്ടായിരുന്നു.
അപ്പോഴൊക്കെ ഞാൻ ഗ്രാമങ്ങളിലോട്ട് പോകുന്നതാണ്. നമ്മളെ പ്രേക്ഷകർക്കും അതാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഈ സിറ്റി ലൈഫും ഇപ്പം നമുക്കറിയാം. ഇപ്പം ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുന്നത് ബാംഗ്ലൂർ സിറ്റിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റി അത്രയും എല്ലാ വിധേനയും കൃത്യമായിട്ട് നമ്മുടെ വയനാട്ടുകാർക്കൊന്നും ബാംഗ്ലൂർ സിറ്റിയെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആ ബാംഗ്ലൂർ സിറ്റി വിട്ട് കുറച്ചൊരു വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥ ഒരു കർണാടകയുടെ ഒരു ചിത്രം നമുക്ക് വ്യക്തം. വീടില്ലാത്ത അവസ്ഥ, റോഡ് സൈഡിൽ കിടക്കുന്ന, അതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ. അതുപോലെ അവരുടെ സ്നേഹവും കിട്ടും. നമ്മുടെ സിറ്റിയിലെ ആൾക്കാർ ബിസി ആയിരിക്കും, നമ്മളെ മൈൻഡ് അവര് നമ്മളെ മൈൻഡ് ആക്കുന്നില്ല. നമ്മൾ വില്ലേജുകളിൽ പോകുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ പെട്ടെന്ന് നോട്ടഡാവും. നമ്മള് ഇവനവിടെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവര് നമ്മളോട് മിണ്ടാനുള്ള ഒരു ത്വര അവർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരിക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മളെ കുറിച്ച് അറിയാനും പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്യും. പ്യൂറായിരിക്കും അവരുടെ മനസ്സ്. ഈ നിഷ്കളങ്ക ഗ്രാമവാസികൾ പിന്നെ ഓരോ വീട്ടിലോട്ട് കൊണ്ടുപോലും ഭക്ഷണം തരുത്തും. വില്ലേജുകളിലൊക്കെ ഹോട്ടലൊക്കെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് അറിയാതെ ഇങ്ങനെ ആയിരിക്കും, ഇനി തിരിച്ചു പോയാലും അവന് ഫുഡ് കിട്ടുള്ളൂ. അപ്പൊ അവരെന്താക്കും, നമ്മളെ വീട്ടിലോട്ടൊക്കെ ക്ഷണിച്ച് ഭക്ഷണമൊക്കെ തന്ന് പ്യൂറായിരിക്കും അവർ. അങ്ങനെ ഒരു നല്ലൊരു നിഷ്കളങ്കമായിട്ടുള്ള ഗ്രാമീണ എല്ലായിടത്തും എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഈ ആഫ്രിക്കയില് എന്ന് പറഞ്ഞു, ഇപ്പം എങ്ങനെയാണ് ആഫ്രിക്കയിലെ ഒരു കൾച്ചർ? നമുക്കറിയാം കറുത്ത വർഗ്ഗക്കാരാണ് കൂടുതലായിട്ടുള്ളത്. നമ്മളെയൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു മെന്റാലിറ്റി എന്താണ്? ഒപ്പം തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മോട് മിങ്കിളാവുന്ന ഒരു ആളുകളാണോ ആഫ്രിക്കയിലുള്ളത്? ആഫ്രിക്കയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ട്. അവര് നമ്മളെയും വൈറ്റ്സ് എന്നാ വിളിക്കാം. വെളുത്ത വർഗ്ഗക്കാര്. നമ്മള് വെസ്റ്റേണേഴ്സിനെ വൈറ്റ്സ് എന്ന് വിളിക്കും, അവർക്ക് നമ്മൾ വൈറ്റ്സ്. അവരൊക്കെ ബ്ലാക്ക് ആണ്. അവർ ബ്ലാക്ക് ആയതുകൊണ്ട് അവരങ്ങനെ നമ്മളെ വിളിക്കും. അപ്പം അവര് എങ്ങനെയാണ് അവര് പെരുമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഈ ബോളിവുഡ് അറിയാം. നമ്മളോട് ഇന്ത്യക്കാരനാണെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് റീൽസ് ഇറങ്ങുന്നുണ്ട്. ഉണ്ട്. അപ്പം അവര് നമ്മളോടും ആ രീതിയിൽ തന്നെ പെരുമാറ്റമൊക്കെ. പക്ഷെ നമുക്കാണ് അവരെ പേടി. ഇവരെ കാരണം ഒന്നാമത് ഞാനൊരു ചെറുത്, പിന്നെ അവർ വലിയ സൈസ്, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള മനുഷ്യന്മാര്. നമ്മളൊക്കെ അവരോട് പേടി. പക്ഷെ നമ്മളൊന്ന് ചിരിച്ചാണ്ടല്ലോ പ്രശ്നം കഴിഞ്ഞ് അവര് തിരിച്ചു ചിരിക്കും. പ്രശ്നക്കാരുണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ. പൊതുവെ എനിക്ക് ആഫ്രിക്കയിൽ നല്ല അനുഭവമാണ്. കെനിയയിൽ മാത്രമാണ് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത്. പൊതുവെ എല്ലാവരും നമ്മളെ ഹെൽപ്പിംഗ് മൈൻഡോടുകൂടി കാണുന്നതാണ്. കെനിയയിൽ എന്തായിരുന്നു? കെനിയയിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാല് അനുഭവം ഉണ്ടായത് പോലീസുകാരായിരുന്നു. മോശമായിട്ടുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഒരു മാസം ഞാൻ ആഫ്രിക്കയിൽ ഫ്രീ ആയിട്ട് നടക്കുകയായിരുന്നു, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ റുവാണ്ട എന്ന് പറഞ്ഞ താമസമൊക്കെ എങ്ങനെയായിരുന്നു? ഒരുവിധം മലയാളികളെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ കൂടുതൽ മലയാളികളുണ്ടോ? ഉണ്ട്. ബിസിനസ് ചെയ്യുന്ന ഇഷ്ടം പോലെ മലയാളികളുണ്ട് അവിടെയൊക്കെ. അപ്പം ഞാൻ റുവാണ്ട എന്ന് പറഞ്ഞ രാജ്യത്ത് പോയപ്പം ഞാൻ പൈസ ഇങ്ങനെ, ആഫ്രിക്കയിൽ പൈസ എന്ന് വെച്ചാൽ വാല്യൂ കുറവാണ് കുറേ രാജ്യത്ത്. അപ്പോൾ നമ്മൾ കെട്ടുകണക്കിന് ഇങ്ങനെ വെക്കണം. നമ്മളെ നാട്ടിലത്തെ ഒരു 1000 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ ഓവർ പൈസ ഉണ്ടാവും. അപ്പൊ ഞാൻ ആൾക്കാരെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. നമ്മളെ ഇവിടുത്തെ അവിടെ തട്ടിപ്പറി ഇതൊക്കെ കുറിച്ച് കൂടുതലാണ് ആഫ്രിക്കയിൽ. അപ്പൊ ഒരു ദിവസം മലയാളി ഇത് കണ്ട് എന്നോട് പറഞ്ഞു വണ്ടി കയറുന്നു. എന്നോട് പറഞ്ഞു മേലാല് ഫോൺ എടുത്ത് ഇങ്ങനെ കൈ പിടിക്കുക, പൈസ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുക. അത് ഉണ്ടാവില്ല, നിന്നെ നോട്ട് ചെയ്യുക അവര്. നീ ഒറ്റ കാണുമ്പം ഓർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൊള്ളയടിക്കുക, അതിൽ നമ്മൾ മരിക്കുക, അതൊന്നുമില്ല. തട്ടിയിട്ട് എന്തും സംഭവിക്കുക, എടുത്തിട്ട് പോകും. അതിനോട് പറഞ്ഞാൽ അത് നോട്ട് ചെയ്യാം. അതിനുശേഷം എനിക്ക് പേടി തുടങ്ങി ഉള്ളില്. ആരെങ്കിലും എന്നെ തട്ടിയാൽ അപ്പം ഫോണൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. ആ ഒരു പേടി അവരെനിക്ക് തന്നു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു കൊള്ളക്കാർ വരും പോലീസുകാരുടെ വേഷത്തില്, ശ്രദ്ധിച്ചോണം പറഞ്ഞു. അതിനെ ഞാൻ കെനിയന്ന് ഒരു 6:30 മണിയായിട്ടുണ്ടാവും. ഒരു ഗല്ലി ഏരിയ ആണ്. അവിടെ ഒരു മലയാളിന്റെ കടയുണ്ട്. പുള്ളീന്റെ വീട്ടിലോട്ട് പോവാണ്, ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ 1.5 മണിക്കൂർ അങ്ങോട്ട് ജേണി ഉണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വൈറ്റ് കാർ കൊണ്ടെന്ന് നിർത്തുന്നു. പോലീസാന്നൊന്നുമില്ലേ, ഒരു 4-5 പേര്, അതിലൊരു ലേഡി ഉണ്ട്. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞങ്ങൾ റൂമിലോട്ട് പോകാനാണ്, പാസ്പോർട്ട് എന്ന് പറഞ്ഞു. അവരുടെ പാസ്പോർട്ട് ഇല്ല, ഞാൻ റൂമിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇല്ല പാസ്പോർട്ട് എടുക്കുക, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, റൂമിലാണ്, നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് തരികയാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് പുള്ളിനോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞു ഒന്നും നടക്കൂല, വണ്ടി കയറിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മൈൻഡിൽ എന്താ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊള്ളക്കാരാണ്, യഥാർത്ഥ പോലീസ് അല്ല, ഒറ്റയടി മോന്തക്കൊന്ന്. അപ്പൊ യഥാർത്ഥ പോലീസ് അങ്ങനെ ചെയ്യില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചോദിക്കൂലേ, എവിടെ പാസ്പോർട്ട്, ഫോണിലെങ്കിലും കാണിക്കും, മറ്റു വിവരങ്ങളൊക്കെ തേടും. അപ്പൊ ആ അടി തന്നെ എന്നെ കിളി പോയി. പിന്നെ ഒരു ചവിട്ടും, വലിയ ആൾക്കാരല്ലേ, എടുത്ത് ഡിക്കിലോണ്ടിട്ട് എന്നിട്ട് ഞാൻ അതിൽ കിടന്ന് കീറി, മറ്റേ പേടിച്ചിട്ട് കീറി വലിച്ച്. ഈ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നോ? ഒരു സുഹൃത്തുണ്ട്, ഒരു വേറൊരു വ്ളോഗർ ഉണ്ട്, ഹിന്ദിക്കാരൻ. ഞാനും പുള്ളിയായിരുന്നു ആ സമയത്താണ്. അങ്ങനെ പുള്ളി കുറച്ച്
പിന്നെ വലിയ പേടിയില്ലാണ്ട് ഒച്ചപ്പാടുണ്ടാക്കുക. ഞാൻ അവിടെ കിടന്നിട്ട് പുള്ളിനെയും ഈ വണ്ടി കയറ്റി ഞങ്ങൾ ഡിക്കിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചീറി പൊളിക്കുകയാണ് അവിടെ. നടക്കൂല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ എടുത്തോ, ഇറക്കി വിട്. ആ ഡയലോഗ് ഒരു പിടിച്ച്. അപ്പോൾ പറഞ്ഞ് വാക്കി ടോക്കി കേട്ടെ. അപ്പൊ ഞാൻ അപ്പൊ പോലീസാന്ന് എനിക്കൊരു മനസ്സിലായി. ഒരു ഫോണൊന്നും വാങ്ങിച്ചില്ല. അവിടെ പറഞ്ഞ് എവിടെ താമസം എന്ന് ചോദിച്ചു. ഞാനിത് വിട് 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 ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. ആ ടെൻഷനായിട്ട് ആഫ്രിക്ക പോയി ടെൻഷനായിട്ട് ഞാൻ എന്റെ മനസ്സിൽ എന്താ കാണുക, ഒരെണ്ണ അവിടെ കൊണ്ടുവന്നു തല്ലുന്നു, ഒരു മൂലക്കിടുന്നു, കൊള്ളക്കാരാണെന്നുള്ളത്. അതുപോലെ റിയൽ പോലീസാണ് ഞങ്ങള്. നീ നിന്റെ സുഹൃത്തിനെ വിളിക്ക്, എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ എത്ര ഡോളറാ കയ്യിലുള്ളത് തന്നിട്ട് പൊക്കോന്ന് പറഞ്ഞു. ആദ്യം $1000 വെച്ച്, പിന്നെ 500 ആക്കി, പിന്നെ അത് 200 ആക്കി, അവസാനം 10,000 ഷില്ലിങ്, അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു $130 കൊടുത്തിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് മോചിപ്പിച്ചിട്ട് വിലങ്ങക്കെട്ട് ഒന്നും കൂടി പേടിപ്പിക്കാൻ. അതെ, പൈസ കൂടുകയാണെങ്കിൽ കൂടട്ടെ എന്നുള്ള രീതിയിൽ അവസാനം അവരെ വിളിച്ച് പറഞ്ഞു, ഓ യൂട്യൂബറാണ് ഓനി. ഞാൻ എല്ലായിടത്തും വരുന്ന ഒരു കത്തിയുണ്ട്, അതായത് ഞാൻ ഇന്ത്യൻ എംബസിയൊക്കെ ഇന്നെ അറിയാം, ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് നിങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ ഞാൻ അവിടെ പോലീസുകാരോട് കാച്ചി. അതിൽ ചെറുതായിട്ടൊന്നും ഒരു പേടിച്ച്, എന്നിട്ട് പൈസ ഒന്നും കൊടുക്കാതെ വിട്ടില്ല, ഒരു വിലങ്ങ കോരി. ഓക്കെ, അത് വല്ലാത്തൊരു അനുഭവം. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട്. നമുക്കറിയാം താലിബാൻ ഭരണമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. പലപ്പോഴും പേടിപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അവിടെ പോയപ്പോഴുള്ള ഒരു അനുഭവം? എങ്ങനെയായിരുന്നു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാൻ നമുക്ക് ശരിക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ്. നമ്മൾ താലിബാനെ മാത്രം കാണരുത്, അവിടുത്തെ സാധാരണക്കാരെ കാണണം. അവരും ഇതേപോലെ ബോളിവുഡ് മൂവീസൊക്കെ കണ്ടിട്ട് അവർ ഇന്ത്യ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാം നമ്മളെങ്ങാട്ടും കൂടുതൽ ഹിന്ദി സംസാരിക്കും, എല്ലാ പാട്ടും അവർ കാണാപ്പാടാണ്, എല്ലാവർക്കും അറിയാം. അതേ അനുഭവമാണ് എനിക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും അധിക സ്ഥലത്തും ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ ഫുഡിന് അവർ പൈസ മേടിക്കത്തില്ല, ഫ്രീ ആയിട്ട്. നമ്മളെ മെഹ്മാൻ, അതായത് ഗസ്റ്റാണ്, അതുകൊണ്ട് ഫ്രീ ആണെന്നുള്ള രീതിയിലാണ് പൊതുവെ എല്ലായിടത്തും എനിക്ക് അഫ്ഗാനിസ്ഥാനിൽ. എങ്ങനെയായിരുന്നു ആ ഒരു എംബസിയിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യം, അവരുടെ ഒരു മനോഭാവം എന്തായിരുന്നു? എംബസിയിലെത്തി ഞാൻ പറഞ്ഞ തജിക്കിസ്ഥാൻ എന്ന രാജ്യത്ത് നിന്ന് നടന്നിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോണേ. ഇവിടുത്തെ വണ്ടി അങ്ങോട്ട് വിടൂല അവര്, ഇങ്ങനെ ഗസ്റ്റിനായിട്ട് വിടുന്നില്ല. അപ്പൊ വലിയൊരു പാലമാണ്, ആ പാലത്തിൽ നമ്മളിങ്ങനെ നടന്നിട്ട് അപ്പുറത്തെത്തി അഫ്ഗാനിസ്ഥാൻ, ഇപ്പുറത്തെ തജിക്കിസ്ഥാൻ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു ചോദിച്ച്, നിങ്ങൾ പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ഒരു രൂപ അന്ന് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറ്റില്ല, ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് പൊക്കി. നമ്മൾ പാകിസ്ഥാന്റെ പാസ്പോർട്ട് പച്ചയും നമ്മളത് ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ആയിട്ട് അവർക്ക് കാണും. അത് കാണിച്ചപ്പോൾ അവരെന്നാക്കി കയറി പോര് എന്നുള്ള രീതിയിൽ ചെന്ന് അപ്പൊ ചോദിച്ചു, ഇന്ത്യയിലാണ് അല്ലേ, ഓക്കെ. പിന്നെ ഒരു ഹിന്ദിയിലാണ് എന്നോട് സംസാരിക്കണേ. എനിക്കാണെങ്കിലോ ഹിന്ദി ഒരു ഒട്ടും അറിയില്ല, ഭയങ്കര എപ്പോഴും ഞാൻ കുടുങ്ങും. അപ്പൊ ഹിന്ദി അറിയാത്ത, അപ്പൊ ഇവർക്ക് ഡൗട്ട് അടിക്കും, ഇന്ത്യക്കാരൻ തന്നെയാണ് ഇന്ത്യക്കാരൻ. അപ്പൊ അവർ ചോദിക്കും, ഹിന്ദി പിന്നെന്താ ഹിന്ദി സംസാരിക്കാത്ത? അവരൊക്കെ ഇന്ത്യയിൽ മൊത്തം ഹിന്ദിയാണ്, വേറെ ഒരു ലാംഗ്വേജ് ഹിന്ദി സംസാരിക്കുന്നുള്ളൊരു തോന്നലാണ്. അത് നല്ലത് കൂടിയാണ്, എനിക്ക് അവരോട് സംസാരിക്കാൻ കൂടുതൽ ടൈം കിട്ടും. എന്നിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്തിട്ട്, ഇവിടെയാണ് കേരളം, പിന്നെ ഇപ്പുറത്ത് കർണാടക, അപ്പുറത്ത് തമിഴ്നാട്, ഇവിടെ ഒന്നും ഞങ്ങൾ വേറെ വേറെ ലാംഗ്വേജ് സംസാരിക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ പോയാൽ അവരെ ഭാഷ എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് ഒരു ഇൻഫർമേഷൻ ഒരു അത്ഭുതത്തോടെയാണ് കാണുന്നത്. അപ്പം അവർ ചോദിക്കും, നിങ്ങൾ ഹിന്ദിക്കാരെ കണ്ടാൽ എങ്ങനെ സംസാരിക്കും? അവർ ഇംഗ്ലീഷിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ആംഗ്യ ഭാഷയിൽ സംസാരിക്കും. അവരോടൊക്കെ സംസാരിക്കാൻ വളരെ ഈ ഹിന്ദി അറിയാത്തതുകൊണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവർ ഹിന്ദിയിലാണ് മറുപടി പറയണത്, ഉറുദു ഹിന്ദി ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ കണ്ടു കഴിഞ്ഞാല് ഓഫീസേഴ്സ് ആണെന്നൊന്നും പറയില്ല, വലിയൊരു താടി, മീശയൊന്നുമില്ല, ഒരു ജുബ്ബ പോലെ ഇതൊക്കെ ഇട്ടിട്ട് തോക്കും പിടിച്ച് നിൽപ്പുണ്ടാവും. അപ്പൊ നിങ്ങൾ വന്ന സമയത്ത് അവരൊരു ഇതെങ്ങനെയായിരുന്നു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ തന്നെ ചെല്ലുമ്പോൾ ഒരു 3 പേരുണ്ടായിരുന്നു തോക്കും പിടിച്ചിട്ട്. അവർ പറഞ്ഞ് അങ്ങോട്ട് പോക്കിക്കോന്ന് പറഞ്ഞു. നേരെ മുന്നോട്ട് പോയപ്പം അവിടെ ബാഗൊക്കെ സ്കാൻ ചെയ്യുന്നതായിരുന്നുണ്ട്, അതൊന്നും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. എന്നോട് ചോദിച്ച് വിസ ഉണ്ടോയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ബോർഡറിൽ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞു കേട്ട്. അപ്പോൾ പറഞ്ഞ് എന്നാൽ ഒരു കാര്യം ചെയ്യും, വേറൊരു ഓഫീസ് ഒരു 50 മീറ്റർ അപ്പുറത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ പോക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയി അവിടെ ഇരുന്ന് പിന്നെ എന്നോട് പറഞ്ഞ ഓഫീസർ ഇവിടെ ഇല്ല, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഓഫീസർ എന്നുള്ള രൂപയിൽ നമ്മളെ കാണുന്നത്. അപ്പം ഇപ്പോൾ വരുന്ന വിചാരിച്ച് നോക്കുമ്പോൾ ഒരു ജുബ്ബൊക്കെ ഇട്ടിട്ട് വേറെ പുള്ളി പറഞ്ഞ് ഞാനാണ് ഓഫീസർ എന്ന് പറഞ്ഞു. ഓക്കെ. അല്ല, അവരുടെ അടുത്തൊക്കെ തോക്കുണ്ടോയിരുന്നോ? അവരുടെ തോക്കില്ലായിരുന്നു, ബാക്കി എല്ലായിടത്തും തോക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, പുള്ളിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു, പുള്ളി തന്നെ ചോദിക്കുന്നത് ഷാറുഖ് ഖാൻ എന്ത് ചെയ്യുന്നു? അവർക്ക് അതാണ് അറിയണ്ടേ. പുള്ളിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഡൗട്ട്, ഞാൻ ഹിന്ദി സംസാരിക്കാത്ത.
എവിടെ പുള്ളിക്കാണ് ഞാൻ ഫുള്ള് വിശദീകരിച്ചു കൊടുത്തത്. ഇങ്ങനെയാണ്, ഇവിടെയാണ്, കേരളം ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞു ഡീറ്റെയിൽസ് മൊത്തം. അവിടെ ഇപ്പോഴും മറ്റേ ഫിംഗർ മറ്റേ ശരിക്കുള്ള ബാക്കി എല്ലാ രാജ്യത്തും നമ്മളൊരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഫിംഗർ ഇതാണ് എന്തായിരുന്നു ബയോമെട്രിക്. ഇവിടെ ഇപ്പോഴും പഞ്ചിങ് അല്ല, മറ്റേ ഇതില്ലേ തമ്പ് വെച്ചിട്ട് നമ്മളെ കളറൊക്കെ അടിച്ച് അത് അങ്ങനെ. പിന്നെ ഫോട്ടോസൊക്കെ അവരെടുത്ത് നല്ല പെരുമാറ്റമൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. 2 വിസ വന്നിട്ട് 1 മാസത്തെ വിസ തന്നു. പക്ഷെ ഞാൻ 1 വീക്കേ ഉണ്ടായിരുന്നുള്ളൂ, പൊക്കോളാൻ പറഞ്ഞു. ഈ ഒരു അഫ്ഗാനിസ്ഥാനിൽ യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻകാരാണോ എന്ന് അവര് പറഞ്ഞു. അവര് ശരിക്കും ആ 2 രാജ്യങ്ങളും തമ്മിൽ പുറമേ എല്ലാവരും വിചാരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ തമ്മിൽ നല്ലൊരു അടുപ്പമാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ശരിക്കും ബായ് അല്ല. അവിടെ അവർക്ക് അഫ്ഗാനിസ്ഥാൻ ആൾക്കാർക്ക് താലിബാന് പ്രത്യേകിച്ച് പാകിസ്ഥാൻകാരെ കണ്ടുകൂടാ. ഓരോ ബോർഡറിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ ഉണ്ട്, അവിടെ എപ്പോഴും അടിയാണ് യുദ്ധം. ഞാൻ നിൽക്കുന്ന സമയത്തും ആ ബോർഡറിൽ അടിയാണ്. അത് എപ്പോ തുറക്കും എപ്പോ അടിക്കുന്നു ആർക്കും അറിയില്ല. അവരെപ്പോഴും അങ്ങോട്ടും പ്രശ്നം തന്നെ. കാരണം ഈ പാകിസ്ഥാൻകാർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ചാടിക്കഴിഞ്ഞാൽ അവർക്ക് അടുത്ത രാജ്യത്തോട്ട് കിടക്കാം. കസാക്കിസ്ഥാൻ ഈ യൂറോപ്പിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങോട്ട് വരണം. ഇന്ത്യയിലോട്ട് നമ്മളെന്തായാലും കയറ്റില്ല. ഇറാനുമായിട്ടും വലിയ അടുപ്പത്തിലല്ല ആര് പാകിസ്ഥാൻകാര്. അപ്പോൾ ഇതിങ്ങനെ അപ്പൊ അഫ്ഗാനിസ്ഥാനിലോട്ട് വേണം അവർക്ക് കയറാൻ, എങ്ങോട്ടെങ്കിലൊക്കെ പോവാൻ, നുഴഞ്ഞുകയറ്റം അങ്ങനെ പറയാം. അതെ. ഈ ഓരോ രാജ്യങ്ങളിൽ ഇപ്പൊ പറഞ്ഞ ഹിന്ദി അറിയാത്തത് വലിയൊരു ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു. ഓരോ രാജ്യങ്ങളിലും പോയി അപ്പോൾ ഈ കൃത്യമായിട്ട് വിശദീകരിച്ചു. ഹിന്ദി അറിയാത്തതിനുള്ള കാരണം നമ്മൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടുത്തെ ഭാഷ എന്നുള്ളത് മലയാളമാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പല രാജ്യങ്ങളിലും അവരുടെയൊക്കെ ഒരു കേരളത്തെക്കുറിച്ചുള്ള ഒരു ധാരണ എന്താണ്? പൊതുവെ ആർക്കും അറിയില്ല എന്താണ് കേരളം എന്നൊന്നും അറിയില്ല. എല്ലാവർക്കും ഹിന്ദി, നമ്മളെ ഇന്ത്യ എന്നല്ല പറയാ, ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദു അങ്ങനെ ചോദിക്കുക അധിക സ്ഥലത്തും ഹിന്ദു. അപ്പൊ നമ്മളൊരു ഹിന്ദു നമ്മളെ മതമാണ്, ഇന്ത്യ ആണ് നമ്മളെ രാജ്യം, ഇതൊക്കെ നമുക്ക് പറഞ്ഞ് ഓരോ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അപ്പോൾ ഓരോ എന്താക്കും, ഓർക്ക് 2-3 വാക്കറിയാം. അച്ഛ നെഹി പിരിച്ച് കുറച്ച് ഹിന്ദി പാട്ട് പാടാൻ പറയും എന്നോട്. അപ്പൊ ഞാൻ പറയും ഞാൻ ഹിന്ദി. അപ്പം എനിക്കൊരു നല്ല കാര്യം കൂടി ആണ്. ഞാൻ അധിക വില്ലേജുകളിലൊക്കെ പോയിട്ട് എനിക്കറിയാം അവിടെ ഹോട്ടൽ ഉണ്ടാവില്ല, താമസക്കാര് അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. കൾച്ചർ അറിയാം. അപ്പൊ ഞാൻ എന്താക്കും, എനിക്കവിടെ താമസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനവിടെ ആദ്യം ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ ഒരു ആരെങ്കിലും ചോദിക്കും ഹിന്ദി എന്നിട്ട് ഞാൻ അവിടെ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളം എവിടെയാന്ന് ഗൂഗിൾ മാപ്പിലെടുത്ത് കാണിച്ചു കൊടുക്കും. ഞങ്ങൾ ഇത്ര ഒരു 3-3.5 കോടി ജനങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല, കുറച്ച് പേരെ ഹിന്ദി സംസാരിക്കുള്ളൂ. അപ്പോൾ അവർക്കത് പുതിയ ഇൻഫോർമേഷനാണ്. അപ്പം അങ്ങനെയാണല്ലേ. അപ്പോൾ ഒരു കുറെ ആ ഒരു സംസാരം ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ പോകും. അപ്പൊ ഇതിന് അടുത്ത ആള് വരും. അപ്പൊ ഇയാൾ അടുത്ത ആളോട് ഈ കഥ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇതിങ്ങനെ ഇഷ്ടപ്പെട്ട് വരും. എന്നോട് ചോദിക്കും ഇന്നെന്താ പരിപാടി, എവിടെ താമസം? ഞാൻ പറയും ഹോട്ടലൊക്കെ നോക്കണം, എനിക്കറിയാം ഇവിടെ ഹോട്ടലില്ല. പൊതുവേ ഞാൻ പറയും ആൾക്കാരിങ്ങനെ ഹെൽപ്പ് ചെയ്യലാന്ന്. അതിനെന്താ എന്റെ വീട്ടിലോട്ട് പോര്, അവരവരെ വീട്ടിലോട്ട് കൊണ്ടുപോകും, ഫുഡ് തരും. എനിക്കൊരു അനുഭവമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. ആൾക്കാർ നമ്മൾ എങ്ങനെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ കൂടുതലായിട്ട് സാധിക്കും. അവരങ്ങനെയുള്ള ആ ഒരു മര്യാദയിലൊക്കെ അവര് മുൻപന്തിയിൽ തന്നെയാണ്. ഈ ഒരു അഫ്ഗാനിസ്ഥാനിൽ പോയ സമയത്ത് ഹോട്ടലിൽ പോയ സമയത്ത് ഒരു അനുഭവം എങ്ങനെയാണ് അവിടെയുള്ള ഒരു ഹോട്ടലിലൊരു അനുഭവം എന്തായാലും? അതായത് പിന്നെ കുന്ദൂസ്, നമ്മൾ കേരളം പോലത്തെ സ്റ്റേറ്റ് ആണ് ശരിക്കും. കുന്ദൂസ് എന്ന് പറയാം. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ആൺ പെണ്ണെന്നുള്ള ഒരു മതപരമായിട്ടുള്ള വേർതിരിവ്. അതായത് ഒരു ഞാൻ പോയപ്പം പെണ്ണുങ്ങൾ ആരെയും കാണില്ല. പക്ഷെ ഒരു ഫാമിലി വരുന്നുണ്ട്, പെണ്ണങ്ങോട്ട് പോകുന്നു, ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വ്യത്യസ്ത സ്ഥലത്ത്. അതൊരു ഓരോ ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെ 2 മുറിയാ. ആണുങ്ങൾക്ക് വലിയ വിശാലമായിട്ടുള്ള മുറി, പെൺകുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അത് എത്ര വിശാലമായിട്ട് കേട്ടില്ല. അതായത് ഭാര്യയും ഭർത്താവും വന്നാല് പോലും ഭർത്താവ് ഇവിടെ ആണുങ്ങളൊക്കെ ഇവിടെ ഇരിക്കാം, ഭാര്യ അപ്പുറത്ത് പോയിട്ടിരിക്കാം. അങ്ങനെ പോലെ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. അതും ഭർത്താവ് ഓർഡർ ചെയ്യും ഫുഡ്, ഭാര്യ അവിടെ റിസീവ് ചെയ്യും. അങ്ങനെയാണ് അവിടുത്തെ കാര്യം. ഓക്കെ. ഈ ഒരു അതുപോലെ തന്നെ ഈ പല രാജ്യങ്ങളിലും പോയപ്പോൾ ടാക്സിയിലൊക്കെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ യാസിൻ പറയുന്നുണ്ട് പലപ്പോഴും ഹിന്ദി സോങ്സ് അവിടെ വെക്കാറുണ്ട്. എന്താണ് അപ്പൊ ഈ ടാക്സി ഡ്രൈവർമാര് അവരൊക്കെ ഈ ഒരു ഷാരൂഖ് ഖാനെയൊക്കെ കുറിച്ച് നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അതുകൊണ്ടായിരിക്കാമല്ലോ ഈ പാട്ടൊക്കെ ഹിന്ദി സോങ്സ് ഒക്കെ വെക്കുന്നത് അല്ലേ? അതന്നെ, അവര് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടി ഹിന്ദി പാട്ടുകൾ വെക്കും. പക്ഷേ അവര് എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ് 2 വരി പാടുമോ, അപ്പോഴാണ് ഈ ഇതിലോട്ട് പോവുക. ഞാൻ പറയും ഹിന്ദി അറിയത്തില്ല. എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഇന്ത്യക്കാരനായിട്ട് നമുക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയുന്നത്. ചില സ്ഥലത്ത് ഞാൻ നാണം കേട്ടിട്ടുണ്ട്, എന്നെങ്ങാട്ടി ഹിന്ദി സംസാരിക്കുന്ന
ആളുകൾ, ഇറാനത്തെയും ഇറാഖത്തെ ആളുണ്ട്. എന്നെങ്ങാട്ട് ഹിന്ദി സംസാരിക്കും അവര്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അല്ല, അവർക്ക് രാജ്യങ്ങളിലുള്ളവർ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, എന്താണ് ഇവൻ ഇന്ത്യക്കാരൻ തന്നെയാണോ? പിന്നെ നമ്മൾ ആ ഒരു സംശയമാണ് അവിടെ വരുന്നത്. അപ്പൊ ഹിന്ദി പഠിക്കണം എന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും. ഇത് പഠിക്കാൻ സിമ്പിളാണ് ഹിന്ദി, പക്ഷെ എൻ്റെ ഒരു ഓർമ്മശക്തിന്റെ പ്രശ്നമാണ്. അതാണ്. ഓക്കെ, ഈ ഇത്രയും രാജ്യങ്ങളിൽ ഇപ്പൊ 28 രാജ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ച രാജ്യം ഏതാണ്? അവിടത്തേക്ക് ഒരു കൾച്ചർ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയാണ്. ഞാൻ 3 മാസത്തോളം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യക്കാർക്ക് നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. നമ്മൾ അതേപോലത്തെ ഫുഡ്, താമസം, പിന്നെ ആൾക്കാർ നല്ലുള്ള പെരുമാറ്റം, അവരുടെ കൾച്ചർ എല്ലാം ഒരു ഇന്ത്യൻ ടച്ച് ഇന്തോനേഷ്യക്കുണ്ട്. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. ചൈനയെ കുറിച്ച് വളരെ മോശമാണ് ഇന്ത്യയിൽ. നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചൈനക്കാരും വളരെ മോശമായിട്ടാണ് നമ്മളോട് പെരുമാറുക. എല്ലാം ഇനിയിപ്പോൾ ഉള്ളിലുണ്ടെങ്കിലും അവർ പുറത്ത് കാണിക്കില്ല. ഉദാഹരണത്തിന് റഷ്യയിലെ ആൾക്കാർ അത് പുറത്ത് കാണിക്കും. ആ റേസിസം, അതായത് നീ കറുത്തവൻ, ഞാൻ വെളുത്തവൻ, ഞാൻ ഹൈ ലെവലിൽ, പിന്നെ നമ്മളെ രാജ്യം അടിപൊളി രാജ്യം, നിങ്ങൾ താന്ന രാജ്യം, അപ്പൊ നിങ്ങൾ ഇവിടെ പണിയെടുക്കാൻ വന്ന, ഞാൻ ടൂറിസ്റ്റാന്ന് പോലും ഓരോ ചിന്തിക്കുന്നില്ല. നീ ഇവിടെ എവിടെ പണിയെടുക്കാൻ വന്നിട്ട് ഒളിഞ്ഞു താമസിക്കുന്ന ആളെന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അപ്പം ആ രീതിയിലാണ് പരിപാടി. പക്ഷെ ചൈനയിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ആരോട് ഹെൽപ്പ് ചോദിച്ചാൽ ആരും ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് ചോദിച്ച്, നമ്മൾ എപ്പോഴും എനിക്കുണ്ടായൊരു അനുഭവം, ഒരു ഹോട്ടലിൻ്റെ പേര് ചോദിച്ചപ്പം നമ്മളൊരു ടൗണിൽ പോയി ഇറങ്ങി ആരോട് ചോദിക്കും ഹോട്ടലിൻ്റെ പേര്. അവിടെ ഗൂഗിൾ മാപ്പ് ഒന്നും വർക്കില്ല. ചൈനയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ചൈനീസ് ആപ്പുകളാണ്. നമ്മൾ VPN യൂസ് ചെയ്തിട്ട് വേണം, ഗൂഗിൾ മാപ്പ് എന്നാലും കിട്ടൂല. അപ്പം നമ്മൾ ആരോടും ചോദിക്കും. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും അതുണ്ടാവുക, ആ ഹോട്ടലിൻ്റെ പേര്. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചൈനയിൽ കാണിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഒരിങ്ങനെ ആദ്യം ഒന്ന് പറഞ്ഞുതരും. അപ്പോൾ അവർക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലായില്ല. ഒരു കിലോമീറ്ററിന് ഓരെന്താക്കും, വാ, ഒന്നും മിണ്ടൂല. അവിടെ വരെ ഒന്നും മിണ്ടൂല. മിണ്ടാൻ അവർക്ക് അറിയില്ല. ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഹായ് എന്ന് പറയാൻ അറിയില്ല. ഇപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിലൊക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് നൈറ്റ് എന്താന്ന് മനസ്സിലാക്കുമല്ലോ, അതറിയില്ല. ഫുഡ് എന്ന് പറഞ്ഞാലും ഫുഡ് എന്താ, അപ്പൊ ഇങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കണം. അതാണ് ചൈനത്തെ പ്രശ്നം. അപ്പോൾ അവരത് നമ്മളെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ അവിടെ വിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ വിടുള്ളൂ അവർ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയ സമയത്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്കറിയാം, പല വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ പല വിധത്തിലുള്ള ഭക്ഷണങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് രാജ്യത്തുള്ള ഭക്ഷണമായിരുന്നു? ഇന്തോനേഷ്യയിൽ ആരിഞ്ഞ് ഇന്തോനേഷ്യയിൽ പോവുകയാണെങ്കിലും അവിടെ നാസി പടാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവരെ ഹോട്ടൽ ഇന്തോനേഷ്യയിൽ മൊത്തമുണ്ട്. നാസി പടാങ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. അവരൊരു ഫുഡുണ്ട്, നാസി എന്ന് പറഞ്ഞാൽ ചോറ്. ചോറിൻ്റെ നാസി പടാങ് സ്ഥലത്തിൻ്റെ പേരല്ല, പടാങ് ആണ് സ്ഥലത്തിൻ്റെ പേര്. നാസി ചോറിന് അവിടെ നാസി എന്ന് പറയാം. അവിടെ നാസി പടാങ് റെണ്ടാങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കഴിച്ചു നോക്കണം. നമ്മൾ ഇനി മലേഷ്യയിൽ പോയാലും നമുക്ക് കിട്ടും അത്. അതൊരു ബീഫിൻ്റെ ഒരു കറിയാണ്. അതൊരു ഒന്നൊന്നര സാധനം, വെറൈറ്റിയാണ്. ഞാനിവിടെ 3 മാസത്തിൽ ഒരു 2.5 മാസം ഡെയിലി ഈ ഫുഡാണ് കഴിക്കുക. നല്ല അടിപൊളി ഫുഡാണ്. ഓക്കെ, ഇനി എന്താണ് യാസിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര തുടരണം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം മാരേജ് വരുന്നുണ്ട്, കല്യാണമാണ് ഈ മാസം. അപ്പം മാരേജ് കഴിഞ്ഞിട്ട് ഇനി ഭാവി പരിപാടികൾ, യാത്ര തുടരണം. ഇനി യൂറോപ്പിലോട്ട് പോകാനാണ്. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു പ്രതിശ്രുത വധു തന്നെയാണോ? കുറച്ചൊക്കെ, വലിയ താല്പര്യം ഇല്ല, എന്നാലും ഓക്കെ ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു രാജ്യത്തൊക്കെ ഇപ്പോൾ ഹോട്ടലിലെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഏതാണ്ട് അവിടെ എത്തിയൊരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വ്യത്യസ്ത രാജ്യങ്ങളെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നൽകി. വളരെയധികം നന്ദി ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തതിന്. താങ്ക് യു. നന്ദി, നമസ്കാരം.